റോങ് ഇൻഫർമേഷൻസ് തീർച്ചയായിട്ടും ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ. അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് UK-ൽ, US-ൽ തുടങ്ങി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലൊക്കെ കരിയർ ബിൽഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന ഫ്യൂച്ചർ ഡോക്ടേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കുറച്ച് റോങ് ഇൻഫർമേഷൻസിൻ്റെ വീഡിയോസൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. മറ്റൊന്നുമല്ല, ഇന്ന കൺട്രിയിൽ പഠിച്ചാൽ ലൈസൻസ് എക്സാം ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് അമേരിക്കയിൽ UK-യിലൊക്കെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാം എന്നുള്ള തരത്തിലുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടു. തികച്ചും തെറ്റാണ്. നിങ്ങൾ എവിടെ പഠിക്കുന്ന ഒരു MBBS സ്റ്റുഡൻ്റ് ആണെങ്കിലും, ഇന്ത്യയിൽ പഠിച്ചാലും ജോർജിയയിൽ പഠിച്ചാലും ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചാലും ഏത് രാജ്യത്ത് പഠിച്ചാലും ലോകത്തിൻ്റെ ഏത് മൂലയിൽ പഠിച്ചാലും, ഈവൻ അമേരിക്കയിൽ പഠിക്കുവാണെങ്കിൽ പോലും US-ൽ പഠിക്കുവാണെങ്കിൽ പോലും USMLE എന്നൊരു സ്റ്റേജ് കഴിയാതെ, USMLE ക്ലിയർ ചെയ്യാതെ നിങ്ങൾക്ക് US-ൽ പ്രാക്ടീസ് ചെയ്യാനോ ഉപരിപഠനം ചെയ്യാനോ പറ്റില്ല. അതേപോലെ തന്നെ UK-യിലാണെന്നുണ്ടെങ്കിൽ പഴയ പ്ലാബ് ഇപ്പോൾ UKML എന്നാക്കുന്നു. ആ എക്സാം ഇല്ലാതെ, ആ ഒരു ലൈസൻസ് എക്സാം ക്ലിയർ ആകാതെ നിങ്ങൾക്ക് ഒരിക്കലും UK-യിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ UK-യിലോ US-ലോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് സ്റ്റഡി ലൊക്കേഷൻ എന്ന രീതിയിലാണ് ചില ഡെസ്റ്റിനേഷൻസ് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നത്. അത് തികച്ചും തെറ്റാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ നിങ്ങൾ പഠിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് മറ്റുള്ള എല്ലാ യൂറോപ്യൻ യൂണിയനിലും വർക്ക് ചെയ്യാൻ പറ്റും എന്ന തരത്തിലും തെറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഞാൻ പലയിടത്തും കണ്ടു. തെറ്റാണ്. യൂറോപ്പിൽ നമ്മൾ എവിടെ പഠിച്ചാലും, നമ്മൾ യൂറോപ്പിലുള്ള ഏത് റീജിയനിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അതാത് യൂറോപ്യൻ കൺട്രിയിൽ ഉള്ള ലൈസൻസ് എക്സാം നമ്മൾ ക്ലിയർ ചെയ്തേ പറ്റൂ. സോ അതുകൊണ്ട് തന്നെ ഓരോ രാജ്യത്തെയും ലൈസൻസ് എക്സാംസിനെ പറ്റിയും എങ്ങനെയാണ് ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ തുടങ്ങി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളിൽ, അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പം ഒരു വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് പോസിബിൾ ആകുക എന്നുള്ളതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഡീറ്റെയിൽ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഡോക്ടർ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പഠനശേഷം കരിയർ ബിൽഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് നമ്മളെപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ഒരു പാത്ത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാനും റൈറ്റ് ഇൻഫർമേഷൻ, 100% സത്യസന്ധമായിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക്